പ്രിയമുള്ളവരെ, 2020 NDA പ്രവേശനം എന്തെങ്കിലും നേട്ടം ആ മുന്നണിക്ക് NDAക്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും NDAയുടെയും ഈ 2020യുടെയും വോട്ട് ചേർത്ത് വെച്ചാൽ അവർക്ക് വിജയിക്കുവാൻ സാധ്യതയുള്ള ഏക സീറ്റ് കുന്നത്തുനാടാണ്. പക്ഷേ ആ വോട്ട് ഒന്നിച്ച് NDAയുടെ വോട്ടും 2020യുടെ വോട്ടും ഒന്നിച്ചു വീഴുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആ വോട്ട് 2020യുടെ വോട്ട് നമ്മൾ നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് പറഞ്ഞതുപോലെ പരമ്പരാഗതമായി അത് UDFിൻ്റെ വോട്ടാണ്. ചിലയിടങ്ങളിലൊക്കെ ഈ സാബു, അതായത് കിറ്റക്സിൻ്റെ ഓണർ സാബുവും UDFിൻ്റെ ഏതോ പ്രമുഖ നേതാവും രണ്ടുപേരും കസിൻസാണ്, സഹോദരപുത്രന്മാരാണ്. അവർ തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങളുടെ പേരിൽ, UDFുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ് സാബു ഈ 2020 എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഏത് നേതാവാണെന്ന് എനിക്കറിയില്ല. അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ് സാബുവും, അയാളും കസിനാണ്. അദ്ദേഹവുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ് 2020 ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. എന്തായാലും അത് ആരാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വിശകലനം നടത്തുമ്പോൾ 2020യുടെ വോട്ട് അത് 2020 NDAയിൽ പോകുന്ന പക്ഷം അത് പരമ്പരാഗതമായി UDFിൻ്റെ വോട്ടുകളാണ്. അത് UDFിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്ന സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം 2020യുടെ കുറേയധികം നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2020യുടെ വോട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കാണ്, പിന്നെ കുറച്ച് മുസ്ലിം വോട്ട് ബാങ്കുമാണ്. അത് ഒരിക്കലും BJPക്കൊപ്പം ചേർന്ന് നിൽക്കില്ല എന്നത് വാസ്തവമാണ്. നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് ക്രൈസ്തവ സമുദായത്തിൽ നല്ലൊരു വിഭാഗം BJPയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ക്രൈസ്തവ പേരുകളിലുള്ള ഒരുപാട് ആളുകൾ BJPയെ വാഴ്ത്തുന്നത് കണ്ടു. പക്ഷേ അതൊക്കെ ഈ ഫേക്ക് ആയിരുന്നു. അതൊക്കെ BJPയുടെ IT സെല്ല് പടച്ചുവിട്ട ഫേക്ക് പേരുകളായിരുന്നു, ഐഡികളിൽ നിന്നായിരുന്നു BJPയെ സപ്പോർട്ട് ചെയ്തിരുന്നത് വ്യക്തമാണ്. കാരണം ആ വോട്ട് ക്രൈസ്തവ മേഖലകളിൽ BJP അമ്പേ തകർന്നടിയുന്നതാണ് കണ്ടത്. അതൊരു വാസ്തവം തന്നെയാണ്. നമ്മൾ ഈ 2020യുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങളുടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് ഒരു 20-30% വോട്ടെങ്കിലും 2020യുടെ അവരുടെ NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDFിലേക്ക് വന്നു ചേർന്നാൽ UDFിന് പിടിച്ചെടുക്കുവാൻ പറ്റുന്ന 3-4 മണ്ഡലങ്ങൾ ഇപ്പോൾ കൊച്ചിയിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങൾ 2020യുടെ ഒരു 20% വോട്ട് 2020 NDAയിൽ ചേർന്നത് കൊണ്ട് വിഘടിച്ച് UDFിൽ വന്നാൽ ആ സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയും. അതായത് 2020യുടെ NDA പ്രവേശനം നേട്ടമുണ്ടാക്കുവാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2020യുടെ വോട്ടും BJPയുടെ വോട്ടും ഒന്നിച്ചു ചേർന്നാൽ പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ള ഒരേ ഒരു നിയമസഭാ മണ്ഡലം അത് കുന്നത്തുനാടാണ്. നമുക്ക് നോക്കിയാൽ കുന്നത്തുനാടിലെ കഴിഞ്ഞ 2021 റിസൾട്ട് അനുസരിച്ച് CPM സ്ഥാനാർത്ഥി ജയിച്ച ശ്രീനിജൻ 51,180 വോട്ടാണ് പിടിച്ചത്. കോൺഗ്രസിലെ സജീന്ദ്രൻ 48,463 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. 2020യുടെ സുജിത് സുന്ദരേശൻ 41,890 വോട്ടുകളും BJPയുടെ സ്ഥാനാർത്ഥി 7,056 വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. ഈ 41,890 BJPയുടെ 7,056 വോട്ടുകളും ആകുമ്പോൾ ഒരു ഏകദേശം 48-49,000 വോട്ടുകളോളം വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ആ വോട്ടുകൾ ഒന്നിച്ചാൽ BJPക്ക് അവിടെ ഒരു വിജയ സാധ്യതയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വോട്ടുകൾ ഒന്നിക്കുവാൻ സാധ്യതയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമുദായ അംഗങ്ങളാണ് അവിടെ ഈ 2020യിൽ കൂടുതലുള്ളത്. അവരൊക്കെ ഈ BJP വിരുദ്ധമായ വോട്ടുകളാണ് ഇടാറുള്ളത്. അത് കോൺഗ്രസിലേക്ക് എത്തുന്ന പക്ഷം കുന്നത്തുനാട് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു വരുവാനാണ് സാധ്യത. അവിടെ കോൺഗ്രസ് വിജയിച്ചു വരുവാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ നമ്മൾ ഓരോ മണ്ഡലങ്ങളെടുത്താലും ആ വോട്ട് ബാങ്കുകളൊക്കെയും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പക്ഷം, ഒരു 31% വോട്ടുകളെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന പക്ഷം കോൺഗ്രസ് ആ മണ്ഡലങ്ങളൊക്കെ പിടിച്ചെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കൊച്ചിയിലോട്ട് വന്നാൽ കൊച്ചിയിൽ CPM സ്ഥാനാർത്ഥി KJ മാക്സി 54,632 വോട്ട് പിടിച്ചു. ടോണി ചമ്മിണി 40,553 വോട്ടുകൾ പിടിച്ചു. 14,079 വോട്ടുകൾക്കാണ് അവിടെ KJ മാക്സി CPM വിജയിച്ചിട്ടുള്ളത്. 2020 ഒരു 19,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അവിടെ. ആ വോട്ടുകളിൽ ഒരു കുറച്ചെങ്കിലും UDFിലോട്ട് വന്നാൽ ഈ ഭരണവിരുദ്ധ തരംഗമൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് കൂടി കോൺഗ്രസിന് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. എറണാകുളത്തോട്ട് വന്നാൽ TJ വിനോദ് 45,930 വോട്ട് പിടിച്ചു. ഷാജി ജോർജ് CPM 34,960 വോട്ട് പിടിച്ചു. BJPക്ക് അവിടെ 10,043 വോട്ടാണുള്ളത്. 2020ക്ക് 10,634 വോട്ട്. ഈ രണ്ട് BJPയും 2020യും ഒന്നിച്ചു ചേർന്നാലും ആ മണ്ഡലത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല.
നമ്മൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ തന്നെയാണ് സാധ്യതകൾ. അങ്ങനെ ഒരു അലയൻസ് ഉണ്ടാകുകയാണെങ്കിൽ സാധ്യത. മൂവാറ്റുപുഴയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടൻ 74,425 വോട്ട് പിടിച്ചു. CPIയുടെ എൽദോസ് എബ്രഹാം 68,264 വോട്ട് പിടിച്ചു. 2020യുടെ CN പ്രകാശ് 13,535 വോട്ട്. BJP PGG ജോസഫ് 7,557. അവിടെയും ഈ 2020 BJP ഒന്നിച്ചു ചേർന്നാലും രാഷ്ട്രീയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകില്ല. കോതമംഗലത്ത് വരികയാണെങ്കിൽ CPMന്റെ ആന്റണി ജോൺ 64,236 വോട്ട്. കേരള കോൺഗ്രസ് ജെയുടെ ഷിബു തെക്കുംപുറം അദ്ദേഹം 57,629 വോട്ട്. 2020യുടെ സ്ഥാനാർത്ഥി 7,978 വോട്ട്. BJPയുടെ BDJS ആണ് മത്സരിച്ചത്. അവിടെ 4,638. അവിടെയും രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു ചേർന്നാലും വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷേ കുറച്ച് ഒരു 20% വോട്ട് NDAയിൽ 2020 ചേർന്നതിൽ എതിർത്തുകൊണ്ട് ആ വോട്ട് UDFിലേക്ക് തിരികെ പോയാൽ അവിടെ കോതമംഗലത്ത് UDF വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് NDA പാളയത്തിലേക്ക് 2020 പോയത് അത് സത്യത്തിൽ ഉപയോഗപ്രദമാകുക കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDFിനാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ മണ്ഡലങ്ങളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പെരുമ്പാവൂരിലെ കാര്യമെടുത്താൽ എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ഇലക്ഷനിൽ ബാബു ജോസഫ് പെരുമ്പാവൂരിനെ പരാജയപ്പെടുത്തിയ മണ്ഡലം. 2,899 വോട്ടാണ് അവിടെ ലീഡായിട്ടുള്ളത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ എൽദോസ് കുന്നപ്പള്ളിക്ക്. അവിടെ 2020 20,530 വോട്ട് പിടിച്ചിട്ടുണ്ട്. BJP 15,135 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. BJPയും 2020യും ചേർന്നാലും അവിടെ വിജയ സാധ്യതയില്ല. പക്ഷേ UDFിലേക്ക് 2020യുടെ വോട്ടുകളിൽ ഒരു 20% പോവുകയാണെങ്കിൽ അവിടെ ഉറച്ച വലിയ ലീഡിൽ അവിടെ UDFിന് എൽദോസ് കുന്നപ്പള്ളിക്ക് ആണ് മത്സരിക്കുന്നെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവിടെ കോൺഗ്രസിനെ വിജയിക്കുവാൻ കഴിയും. ഇനി വൈപ്പിനെടുത്താൽ അവിടെ CPMന്റെ ഉണ്ണികൃഷ്ണൻ 53,888 വോട്ട്. കോൺഗ്രസിന്റെ ദീപക് ജോയ് 45,667. 2020യുടെ ജോസഫ് ചാമക്കാലൻ 16,707 വോട്ട്. BJP ഒരു 13,540 വോട്ട് പിടിക്കുന്നുണ്ട്. അവിടെയും BJP 2020 ഒന്നിച്ചു നിന്നാലും ആ മുന്നണിക്ക് NDA മുന്നണിക്ക് വിജയ സാധ്യതയില്ല. പക്ഷേ ഒരു 20%, 30% വോട്ട് NDAയിൽ 2020 ചേർന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2020യുടെ വോട്ട് UDFിലേക്ക് പോയാൽ അവിടെയും കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് NDAയിലേക്ക് 2020 പോയത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കും എന്ന് വ്യക്തമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പോലെ അതിനുവേണ്ടി 1 or 2 തിരഞ്ഞെടുപ്പുകളൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. അടുത്ത 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അസ്തമിക്കും. ഇപ്പോൾ തന്നെ അത് 1, 2, 3, 4 മണ്ഡലങ്ങൾ മാത്രമാണ് അതിൻ്റെ ഒരു സ്വാധീനം പ്രകടിപ്പിക്കുന്നത്. അത് ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വോട്ട് ബാങ്കുകൾ UDFിലേക്ക് തിരികെ പോകും. ഒരു 20-30% ആ വോട്ട് ബാങ്കുകൾ കൊണ്ട് ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും UDF പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വീരചരമം എന്ന് പറയാൻ പറ്റില്ല. ഒരു ദൈവവുമില്ലാത്ത അന്ത്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.